ഇന്നാണ് നമ്മുടെ സിസ്റ്റേഴ്സ് അയ്യോ, നമുക്ക് രാവിലെ 7:30 ഇവിടെ നിന്ന് ഇറങ്ങണം. ഇപ്പം തന്നെ 7 മണിയാവാറ്, 7:30 നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. Tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop. Okay, Daddy, bye. അല്ല, മണി വരണ്ട, മണി ചാച്ചാ പോയിട്ട് വരാട്ടോ. 5 ദിവസം കഴിഞ്ഞ് കാണാട്ടോ, 5 വർഷം കഴിഞ്ഞ് കാണാട്ടോ. കുട്ടി കുട്ടി നല്ല കുട്ടിയായിട്ട് ഇരിക്കണോട്ടോ. ഞങ്ങൾ എയർപോർട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുവാണ്. ഇഡ്ഡലി ഓർഡർ ചെയ്ത് ഞങ്ങൾ. ശബ്ദം കേൾക്കുന്നുണ്ടാവോ? മൈക്ക് ഫിറ്റ് ചെയ്യണോ? 2 ഇഡ്ഡലി സെറ്റ് 400 കണ്ടാകുമ്പോൾ ഞെട്ടി. 100 തിന്നേണ്ട ആവശ്യം. നീയല്ലോ നിനക്ക് വയസ്സക്കണം, എനിക്ക് കഴിക്കണമെന്ന്. അവിടെ കഴിച്ചിട്ട് വരാറുണ്ടല്ലോ, സമയമില്ലാത്തതുകൊണ്ടല്ലേ. പെട്ടെന്ന് കഴിച്ചോ. ഞങ്ങൾ ആക്ച്വലി ഇന്റർനാഷണൽ ട്രിപ്പ് പോകണമെന്നാണ് വിചാരിച്ചോണ്ടിരുന്നത്. പിന്നെ ഇവളെയൊക്കെ കൊണ്ട് നോക്കട്ടെ എന്ന് വിചാരിച്ച്. ഇന്റർനാഷണൽ പോണതിന് മുമ്പ് ഒരു ഡൊമസ്റ്റിക് എന്താവും എന്തോ. അമ്മൂസ് വേണം എന്നെ നോക്കി ഭദ്രമായി നോക്കാൻ. അപ്പൊ ഞങ്ങൾ പോയിട്ട് കുട്ടി വിഷമുണ്ടോ? വിഷമൊന്നുമില്ല. ഏത് കൊണ്ടു പോയിട്ടില്ല, ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്. എത്ര വർഷം പോയിട്ടുണ്ട്? 2 തവണ. നമ്മുടെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. എന്നെ പിടിച്ചു നിർത്തി. അമ്മൂനെ കണ്ടപ്പോഴേ അവർക്ക് കള്ളത്തരം തോന്നിട്ടാ, അപ്പൊ തന്നെ പിടിച്ചു നിർത്തി. കള്ളക്ഷണം ജന്മനായിട്ടുള്ള ലക്ഷണമാണ്. നമുക്കിനി അസി ചേച്ചിനെ കണ്ടുപിടിക്കാം. 2-വീലാന്നാണല്ലോ പറഞ്ഞേ. പോയോ ഇനി? അല്ല, 10:15 10:15 9:10 2-വീലാന്നാണല്ലോ പറഞ്ഞേ. ഇവിടെ വന്ന് നിൽക്കണേ, ഒളിച്ചിക്കണേ. ഞാൻ ഇരുന്ന് പഠിച്ചപ്പോ നിന്നതാ. നമ്മളങ്ങനെ ഇവിടെ സീറ്റിൽ എത്തിയ സമൂസിന് നമ്മൾ ചൈതന്യനെ കണ്ടു. അയ്യോ, ഞാൻ വ്ലോഗ് എടുക്കാൻ മറന്നു. ഇൻസ്റ്റയിലൊക്കെ ഉള്ള സമൂസിനെ എല്ലാരെയും കണ്ടിട്ട് എന്ത് മുട്ടണത്? ഉത്തരം മുട്ടണം. എന്താ ഉത്തരം മുട്ടണേ? ഒരു ഇൻട്രോവേർട്ട് ആയി പോയിട്ട്. നമ്മുടെ ഫ്ലൈറ്റ് ഡിലേ ആണ് ഗൈസ്. 11:10 കയറിപ്പോയി ഗൈസ്. അസി ചേച്ചി കയറിപ്പോയി. അല്ല, കയറി പോയിട്ടില്ലാന്ന് തോന്നുന്നു. അസി ചേച്ചി അവിടെ അന്വേഷിക്കാനായിട്ട് പോയി. അപ്പൊ ഞങ്ങള് അപ്പൊ കയറാൻ പോയതാ. ക്യൂ നിൽക്കണുണ്ടെങ്കിൽ ഞങ്ങൾ എയർ ഇന്ത്യ എടുക്കാതിരുന്ന. ഒരു തവണ ഞങ്ങൾക്ക് എയർ ഇന്ത്യന്ന് പണി കിട്ടിയതുകൊണ്ട് ഞങ്ങളുടെ ബാഗ് വേറെ വഴിക്കും ഞങ്ങൾ വേറെ വഴിക്കാണ് പോയത്. അതുകൊണ്ട് ഞങ്ങൾ 2-5 മണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഞങ്ങളെന്താ അതുകൊണ്ടിട്ട് ഇൻഡിഗോ എടുത്തു. ഇപ്പൊ ഇൻഡിഗോ ലേറ്റ് ആയി. എനിക്കൊണ്ട് നമ്മുടെ ജാതകം ശരിയല്ലല്ലോ. അവരുടെ പ്രശ്നമല്ല, നമ്മുടെ പ്രശ്നമാണ്. കംഫർട്ടബിൾ. നമ്മൾ സാധ്യമായി തന്നെ കയറി വിൻഡോ സീറ്റും കൂടെ പിടിച്ചു. കയറാനുള്ളൊരു ക്യാബ് പോലും തരാണ്ട്. കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് മാറാം. മാറി ഇരിക്കാം.
വിശന്നുകൊണ്ടല്ലോ കാര്യം ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും മേടിക്കാനാണെങ്കിൽ എയർ ഹോസ്റ്റസിനെ വിളിക്കാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കാണും. ഹെൽത്തി ആപ്പിൾ എടുത്ത് രാവിലെ ഇട്ടത് ഉപകാരമായി ഹോട്ടലിൽ വെച്ചിരിക്കുകയാണ്. So always carry apple. Yeah. നമ്മളെല്ലാം ചെയ്തു. നമുക്ക് മുംബൈയിലെത്തി. അമ്മൂസ് മേളിൽ നോക്കിയിട്ട് താഴത്തോട്ട് പറയാം, ഇതെന്താ ഫുള്ള് ഇങ്ങനെ പെട്ടി വരെ ഇരിക്കണേന്ന്. മരങ്ങളുടെ എവിടെ പാട്ടങ്ങൾ വെച്ചിരിക്കണ പോലെ. പക്ഷെ നമ്മളെ കേരളത്തിന് അത്ര പച്ചപ്പൊന്നുമില്ല. കുറെ പെട്ടി ഫ്ലാറ്റുകളും കുറെ പൊടിയും. അതാണ് അത്ര ഉള്ളത്. പോയി വന്നപ്പോൾ തന്നെ മുംബൈനെ അപമാനിച്ച് ഞങ്ങളുടെ ബാഗ് കിട്ടി. അമ്മൂസിന് ഞാൻ നല്ലൊരു പണി കൊടുത്തു. എങ്ങനെയുണ്ടായിരുന്നു അമ്മൂസിന്റെ മുംബൈ ഫ്ലൈറ്റ്? സൂപ്പറായിരുന്നു. ഫ്ലൈറ്റ് അല്ലേ, സ്മൂത്ത് ആയിട്ടുള്ള ഫ്ലൈറ്റ് ആയിരുന്നു. നേരത്തെ അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് അശ്വ ചേച്ചീനെയൊക്കെ പിക്ക് ചെയ്ത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലോട്ട് പോവാണ്. ആക്ച്വലി ഇത് ഹോട്ടലല്ല കേട്ടോ, ഒരു അപ്പാർട്ട്മെൻറ്റ് പോലെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ കാണുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ ചെക്കിനൊക്കെ ചെയ്ത് കുറച്ച് നേരം ഡിലേ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങളുടെ റൂമിലെത്തിയതായിരുന്നു കേട്ടോ. റൂമല്ല, ആക്ച്വലി ഇതൊരു വീട് പോലെയാണ്. എനിക്ക് തോന്നിയത് നമ്മൾ ഹോട്ടലിൽ എടുക്കണേക്കാട്ടിലും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. നല്ല സ്ഥലമാണെങ്കിൽ കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഹോളുണ്ട്, 2 റൂമുണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, അല്ലാത്ത സെപ്പറേറ്റ് ബാത്റൂം ഉണ്ട്, കിച്ചൺ ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, പിന്നെ നിങ്ങൾക്ക് കുക്ക് ചെയ്യണമെങ്കിൽ കുക്ക് ചെയ്യേണ്ട സാധനങ്ങളുണ്ട്. അങ്ങനെ എല്ലാം കൂടിയുള്ള എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പാർട്ട്മെൻറ്റ്. നമുക്കിങ്ങനെ ഒരു ശരിക്കും ഇപ്പോൾ 2 ഫാമിലിയൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. ഇത് ഞാൻ പുതിയ മേടിച്ച എൻ്റെ ക്യാമറ ഞാൻ കാണിച്ചു കൊടുക്കണം. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ടെക്നിക്കുകളെന്ന്. പിന്നെ ഞങ്ങൾ ചെന്ന ഉടനെ തന്നെ റെഡിയായി പോവുകയാണ്. നമുക്ക് ഉടനെ തന്നെ പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ബ്ലാക്ക് ഡ്രസ്സ്, നിങ്ങളെൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലേ, കണ്ടു നോക്കണം കേട്ടോ. അതിനകത്ത് ഞാൻ കാണിക്കുന്നുണ്ട് ഈ ഡ്രസ്സുകളൊക്കെ. അപ്പോൾ ഈ ഡ്രസ്സ് ഇട്ട് ഞാനൊന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുക. ഫുള്ള് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ പോലെ ഷൂട്ട് ചെയ്തതാണ്. പക്ഷേ എനിക്കത് കാണിക്കാനായിട്ടുള്ളത് ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് റെഡിയായി. ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങനെ കോൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ഇവിടെ എത്താറായി, സമയമാവാറായി, വേഗം വരുമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഷടപടയേ എന്നുള്ള ഓട്ടത്തിലായിരുന്നു. ഇതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ലുക്ക്. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഐ ലാഷസ് വെച്ചിട്ടില്ല, പക്ഷേ ലാഷസ് വെച്ച പോലെ ഇല്ലേ, അത് ഞാൻ യൂസ് ചെയ്ത മസ്കാരയുടെ കേട്ടോ. പിന്നെ ഞാൻ ലാസ്റ്റ് ആയപ്പോഴേക്ക് ആ ഡ്രസ്സ് മാറ്റി ഈ ഡ്രസ്സ് തന്നെ എടുത്തിട്ടു. എനിക്കത് എന്തോ അത്ര കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തില്ല, ഇത്തിരി ഓവറായി പോകുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ മറ്റേ ഡ്രസ്സ് ഇട്ടു. എനിക്ക് തോന്നി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് നന്നായിരുന്നു. കാരണം ഇതിങ്ങനെ ഒരു ട്രഡീഷണൽ, ഭയങ്കര ഇന്ത്യയുടെ മ്യൂസിക്കിനെ കുറിച്ചിട്ടൊക്കെ കാണിക്കണ പോലത്തെ അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ മറ്റേതിട്ടിരുന്നെങ്കിൽ ഞാൻ ജിൽ പാർട്ടിക്ക് പോണ പോലെ ആയിപ്പോയിരുന്നു. എല്ലാവരും സാരിയൊക്കെ കൊടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ കുറേ ഇങ്ങനെ സ്റ്റാഴ്സും ഒത്തിരി ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും വലിയ പരിപാടിയായിരുന്നു കേട്ടോ അത്. കുറേ ഫിലിം സ്റ്റാഴ്സ് ഉണ്ടായിരുന്നു, അതുപോലെ ആങ്കർ ചെയ്യാനാണെങ്കിലും മൊത്തത്തിൽ വലിയൊരു പരിപാടിയായിരുന്നു. പിന്നെ പാർട്ട് ഫുള്ള് ഇങ്ങനെ പല നമ്മുടെ ഇന്ത്യയിലെ പല സ്ഥലത്തു നിന്നുള്ള ആളുകളുടെ പെർഫോമൻസുകൾ ഉണ്ടായിരുന്നു. ഫേമസ് ആളുകളാണെന്ന് തോന്നുന്നു. പെർഫോമൻസ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊന്നും ഷൂട്ട് ചെയ്യാനായിട്ട് അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഇതന്നെ ഒരു ക്ലിപ്പ് എങ്ങനെയോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഫുൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്റ്റോറീസിലിടാന്ന് വിചാരിച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഗുഡ് മോർണിംഗ്. രാവിലെ എഴുന്നേറ്റ് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് അതാണ് ഇവിടെ ഒരു കുരു വന്നേക്കണം. ഞങ്ങൾ താമസിക്കുന്ന ഇവിടെ നിന്നുണ്ടല്ലോ വെളിയിലോട്ടുള്ള സ്പെഷ്യൽ കാണിച്ചാൽ വിചാരിച്ച്. ഞങ്ങൾ കിടക്കുന്ന സ്ഥലം എങ്ങനെയാ അറിയോ? ഇതാണ് ഞങ്ങളുടെ കട്ടിൽ നിന്ന് എങ്ങാനും ഞങ്ങൾ ഇടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ നിലത്തു. അത്രയും പച്ചനെ എവിടുത്തെ ചെല്ലിരിക്കുന്നത്. ചായ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പോയി കിടന്നുറങ്ങിക്കോ. എന്നാ ഷൂട്ടാണ് തീർത്തമ്മ വീട്ടില്. ആ വീട്ടിനകത്ത് വളർത്തണോ? അല്ല, ഇതതിൻ്റെ വെളിയിൽ നിൽക്കണ. നോക്കിയേ, വെളിയിൽ കണ്ടോ ഇത് തത്തമ്മ കയറി പോണ കണ്ട. ഒരഴിച്ചിട്ട് വളർത്തുന്ന തത്തമ്മയാണ്. തത്തമ്മേനെ അങ്ങനെ അഴിച്ചിട്ട് വളർത്തോ? നമ്മുടെ മോർണിംഗ് കോഫി ചേച്ചി ചായ കുടിക്കില്ല അല്ലേ? ഇന്ന് ചായ വേസ്റ്റ്.
ഇന്നത്തെ നമ്മുടെ ഇവൻറ്റിന് ഞാൻ ഈ കാണുന്ന ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. ഈ ഒരു റെഡ് ഇത് ഞാൻ സവാനയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അമ്മൂസ് 2 ദിവസം ഇങ്ങനെ പോസ്റ്റ് ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ റെഡി ആവണേൻ്റെ ഞാൻ ഒരു ഷോർട്സ് എടുത്തിട്ടുണ്ട്. ഷോർട്സ് ഞാൻ ഇത് കാണുമ്പോൾ ഇട്ടിട്ടുണ്ടോ ഇല്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടണമെന്ന് വിചാരിക്കണേ. ഇതാണ് എൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ലുക്ക്. ഹലോ ഗൈസ്, ഞങ്ങൾ റെഡിയായി. ഞങ്ങളല്ല, ഞാൻ. അമ്മൂസ് ഒരാൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ റെഡി ആയിക്കണേ കേട്ടോ കാണുന്നേ. ഞങ്ങൾക്ക് 11 മണി വരെ ഉണ്ട്. അപ്പോൾ 11 മണിയാകുമ്പോൾ ഞങ്ങൾ വരും. എന്നിട്ട് എവിടെ പോകും? കറങ്ങാൻ പോകും. ഷോപ്പിംഗ് ഗൈസ്. ഹയോ, നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ്. ഇതായിരുന്നു എൻ്റെ ഡ്രസ്സ്. ഇത് ഞാൻ സവാനയിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. നിങ്ങളൊക്കെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കാണിച്ചില്ലായിരുന്നോ ആ ഡ്രസ്സ്? എന്താണ് ഞാൻ മോന്ത പഠിപ്പിച്ചിരിക്കുന്നത്? അമ്മ ബോറടിച്ചെന്ന് ഇവിടെ ഇരുന്ന്. 2 ദിവസം ഞാൻ ഇവിടെ വെറുതെ എവിടെ പോണേ? നമ്മള് ഷോപ്പ് ചെയ്യാൻ പോകും. നമ്മളിപ്പോ ഒരു മോളിൽ പോകും. ഇവിടുത്തെ ഭയങ്കര ഫിനിക്സ് മോൾ ഇന്ന് കണ്ടോളണം. കാരണം നമ്മൾ ഇനി കൊളാബേ പോണോണ്ട് ഇവിടേക്ക് ഇനി തിരിച്ചു വരാൻ പറ്റില്ല. അപ്പൊ ഈ മാൾ ഇന്ന് കാണണം. ഈ മാളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മാള്. പിന്നെ വേറൊരു മാളുണ്ട്, വേറെ ഫിനിക്സ് ഉണ്ട്, ഫിനിക്സ് പരഡിയം. അവിടെ നമ്മള് പോവാ. ഇവിടെ അടുത്തുള്ളതല്ലേ? 2 മാളല്ല ഇപ്പൊ രണ്ടും. ഞാൻ അടിച്ചു നോക്കിയവ 2 സ്ഥലത്ത് ആണ്. ഇവിടെ അതറിയില്ല. ഏറ്റവും ബിഗ്ഗസ്റ്റ് ഏതാ? ഫിനിക്സ് മാർക്കറ്റ് സിറ്റി. അവിടെയാണ് ഇപ്പൊ പോണേ. ഓക്കെ, അപ്പൊ ഞങ്ങൾ റെഡി ആവട്ടെ. ഞാൻ റെഡിയാണ് ഗായ്സ്, ഞാൻ രാവിലെ തൊട്ട് റെഡിയാണ്. ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പിട്ട കറുത്തൊടുപ്പിടാന്ന് വിചാരിക്കണം. ഓക്കെ, മുസ്ലിം ആളോ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ കിറങ്ങിയിരിക്കണം. ഫിനിക്സ് മാർക്കറ്റ് സിറ്റിയിൽ വന്നിരിക്കുക കേട്ടോ. ഭയങ്കര വലിയ മാളാന്നോർത്ത് വന്നേ. പക്ഷേ ഇവിടെ വരെ വന്നപ്പോൾ അത്രയുള്ള ഡ്രസ്സില്ല അല്ലേ? ഞാൻ ഉദ്ദേശിച്ച വേറൊരു മാളാന്ന് തോന്നുന്നു. വൈകുന്നേരം നേരെ ഞങ്ങളിത് ഈ ലിങ്കിങ് റോഡിൻ്റെ അവിടെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അവിടെ എന്തോ ഒരു ബിൽഡിങ് ഇടിഞ്ഞു പോവോ അങ്ങനെ എന്തോ പ്രശ്നമുള്ളതുകൊണ്ട് അവിടുത്തെ കടകളൊക്കെ മാറ്റിയില്ലെങ്കിൽ അന്ന് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളവിടെ ഉണ്ടായിരുന്ന കുറച്ച് കടകളിലൊക്കെ ഇങ്ങനെ കയറി നോക്കി പൈസയൊക്കെ എത്രയാണെന്നൊക്കെ ഉള്ളത് നോക്കി ഇങ്ങനെ ബേസിക്കലി അവിടെയൊക്കെ ചുമ്മാ ഇങ്ങനെയൊക്കെ നടന്നു. ഈ ക്ലിപ്പ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ വീട്ടിലിടാനുള്ള 1-2 ഡ്രസ്സ് നോക്കണമെന്ന് വിചാരിച്ച് നോക്കി. പക്ഷെ ഒക്കത്തിന് ഭയങ്കര വില എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഞങ്ങൾ കുറച്ചൊക്കെ പേശി നോക്കി. പക്ഷെ പേശിലൊന്നും അവിടെ നടന്നില്ല. എന്നാലും ജസ്റ്റ് ഇങ്ങനെ ഞാനും അശ്ചേച്ചി അമ്മൂസ് വീഡിയോ എടുക്കുക ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. പിന്നെ ഇവിടെയുള്ള ഈ കടക്കാർക്കൊക്കെ ഭയങ്കര താല്പര്യം തോന്നുന്നു ക്യാമറയിൽ വരാനായിട്ട്. അവർക്ക് ഭയങ്കര ഇന്ന ഷോപ്പാണ് ഇന്ന കടയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ പേടിച്ചറിച്ചിരിക്കണം മൊഹാട്ടൻ്റെ. വൈകിട്ടാകും തോറും ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരുമായിരുന്നു കേട്ടോ. നിറച്ചും ഇങ്ങനെ ഫുൾ ആൾക്കാരും പിന്നെ ഇങ്ങനെ വിൽക്കാനുള്ള ഇത്ര സ്ഥലത്തായിരുന്നു കേട്ടോ ഫുള്ള് തിരക്കുണ്ടായിരുന്നത്. മറ്റേ ബിൽഡിങ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഏരിയയിൽ അവിടെയാണ് കൂടുതലുണ്ടായിരുന്നത്. പക്ഷെ അവിടെ അത്ര വലിയ തിരക്കില്ല. അവിടുത്തെ എല്ലാം കൂടി ഇങ്ങോട്ട് വന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് നേരെ അതിനടുത്ത് തന്നെ വേറൊരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങോട്ടേക്ക് ഞങ്ങളിതേ എടി ഇതിങ്ങനെ തന്നെ പിടിച്ചോ. മേടിച്ച് എത്ര രൂപ ചോദിച്ചോക്ക്. नाम पंदा एकम ना बताई 3 करोड़ जीता तो 60,000 सब बोलर एक करोड़ से महाराज नहीं आते तो सिर्फ बैट्समैन पूरी हारो पूरी बोलर एक करोड़ चली आउटे ना हुई हाँ बोला दीदी നമ്മളിത് ഈ പേർഷ്യൻ ദർബാർ റെസ്റ്റോറൻറ്റിലാട്ടാ വന്നത്. ഇവിടുത്തെ 1 ഓഫ് ദി ബെസ്റ്റ്, നല്ല റേറ്റിംഗ് ഉള്ളതാണ്. അവിടെ നിന്ന് ഞങ്ങൾ തന്തൂരി ചിക്കനും റൊട്ടിയും ഓർഡർ ചെയ്ത്. എപ്പോൾ ഇവിടെ മുമ്പേ പോയിട്ടുണ്ടെങ്കിലും സ്ഥിരം ഭക്ഷണമാണ് തന്തൂരി ചിക്കനും റൊട്ടി. കഴിച്ച് നമ്മൾ മടുക്കും. അതേപോലെയാണ് ഇതിപ്പോൾ കഴിക്കാറ്. പക്ഷേ അവിടുത്തെ തന്തൂരി കുറച്ചുകൂടി നമ്മുടെ ഇവിടുത്തെ കടയിൽ രുചിയുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യാണ്ട്. പിന്നെ ഞങ്ങൾ കുറേ നേരമൊക്കെ ഇങ്ങനെ വർത്തനൊക്കെ പറഞ്ഞിരുന്ന് ഫുഡൊക്കെ കഴിച്ച് പതിയെന്നെയാണ് ഞങ്ങൾ തിരിച്ചു പോയത്. അയ്യോ, നമ്മൾ വീട്ടിലെത്തി, ഫുഡൊക്കെ കഴിച്ച്. ഇനി വേണം ഇവിടെ ഫുൾ ഒതുക്കാൻ. ഞങ്ങളിതേ ഫുൾ നമ്മൾ വന്നപ്പോഴേക്കൊണ്ടല്ലോ ഇവിടെ ഫുള്ള് ക്ലീനാക്കി വെച്ചിരിക്കണം. ഇനി നമുക്ക് പാക്ക് ചെയ്യണം. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നാളെ പോകാനുള്ള ഡ്രസ്സ് വരെ സെറ്റാക്കി വേണം ചിട്ടിട്ട് വേണം കിടന്നുറങ്ങാൻ.
നാളെ രാവിലെ തന്നെ എണീറ്റ് നമുക്ക് നെക്സ്റ്റ് ഹോട്ടലിലോട്ട് പോകണം. എന്നിട്ട് നാളെ മുതൽ നമ്മൾ സിസ്റ്റേഴ്സ്. നാളെ നമുക്ക് കുറച്ച് പ്ലാനുകളുണ്ട്. ഇത്തവണ ഞങ്ങൾ എലഫന്റ് കേവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ ഫെറി കയറി പോകണം. നോക്കട്ടെ, മറ്റന്നാൾ. സോറി, മറ്റന്നാൾ പോകണം. ഞാൻ ഉണ്ടല്ലോ, ഞാൻ ഇപ്പൊ എന്നെ കൂടെ തെറ്റിച്ചല്ല, കൊളാബ കോസ്വേ അവിടെ പോകും. പിന്നെ നമ്മള് ഒരു മ്യൂസിയത്തിൽ പോകും. കാണിച്ചു തരാം. ഞാൻ ഇന്ന് ഈ ഒരു മേക്കപ്പ് റിമൂവർ ആട്ടോ യൂസ് ചെയ്തത്. ഞാൻ തായ്ലൻഡിൽ നിന്ന് മേടിച്ച നല്ല ആട്ടോ, സാലിസിലിക് ആസിഡിന്റെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ആക്നി ഉള്ളവർക്ക്, ഡൾ സ്കിന്നുള്ളവർക്കൊക്കെ നല്ലതാണെന്നാണ് എഴുതിയേക്കടെ. റിമൂവ് ചെയ്തപ്പോഴും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഇനി കുളിക്കണം. മേക്കപ്പ് റിമൂവ് ചെയ്തു, ബേസിക് സ്കിൻ കെയർ ഒക്കെ ചെയ്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.